ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയുടെ കോള് കട്ടാക്കിയതിന് ശേഷം എന്തായാലും സത്യമോളെ ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു നോക്കാം. ആദ്യത്തെ ഒരു തവണ ശാലിനി എടുത്തതല്ലേ ഉള്ളൂ, ഇനി വിളിച്ചാൽ ചിലപ്പോൾ സത്യമോൾ എടുത്താലോ എന്നോർത്ത് വിഷ്ണു ഒരിക്കൽ കൂടി വിളിക്കുന്നു. ശാലിനി വീണ്ടും വന്ന് കോള് അറ്റൻഡ് ചെയ്തു. ഫയൽ ചെക്ക് ചെയ്യുന്നതിനിടയിൽ ലാൻഡ് ഫോൺ ബെല്ലടിക്കുന്ന കേട്ടുകൊണ്ട് വീണ്ടും ശാലിനി കോൾ അറ്റൻഡ് ചെയ്തതും ശാലിനിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും വിഷ്ണു കോള് കട്ട് ചെയ്ത് ഫോൺ വലിച്ചെറിയാനായി ഒരുങ്ങി. വിഷ്ണുവിന്റെ കോള് വന്ന ഉടനെ ശാലിനി ചോദിച്ചു, ഇതാരാ വിളിക്കുന്നത്? ഹലോ, ആരാ എന്ന് ശാലിനി അന്വേഷിക്കുമ്പോഴേക്കും വിഷ്ണു കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് ശാലിനിക്കാകെ സംശയമായി. ഇതാരാ, മനഃപൂർവ്വം വിളിക്കുന്നതാണല്ലോ, എന്തായാലും ഇതാരാന്ന് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ട് ശാലിനി വേഗം തന്റെ ഫോൺ എടുത്ത് അനുപല്ലവിയെ വിളിക്കാനായി ഒരുങ്ങണം. അതിനുശേഷം ശാലിനി പെട്ടെന്ന് ഓർത്തു, അല്ലെങ്കിൽ വേണ്ട, ഇനി വിളിക്കുവാണെങ്കിൽ ആളെ കണ്ടുപിടിക്കാം, നോക്കാം ഇനി വിളിക്കുമോന്ന് എന്ന് വിചാരിച്ച് ശാലിനി ആ ഫോൺ എടുത്ത് ടേബിളിലേക്ക് വെച്ചു. അപ്പോഴേക്കും വിഷ്ണു ചിന്തിച്ചത് നാളെ രാവിലെ സ്കൂളിലേക്ക് പോകാമെന്ന് തന്നെയായിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിരിക്കെ ഇനി നേരിട്ട് സ്കൂളിൽ ചെന്ന് സത്യയോട് തന്നെ ചോദിക്കാം, അതേ ഇനി രക്ഷയുള്ളൂ. ഈ ശാലിനി തന്നെ ഏത് സമയത്തും കോൾ എടുക്കുമല്ലേ, ചിലപ്പോ റൂം അടച്ചിട്ടിട്ട് അവിടെ ഇരുന്ന് പഠിക്കുകയായിരിക്കും സത്യമോള്, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്ന് വിഷ്ണു ചിന്തിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് വിഷ്ണു കോള് കട്ട് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ ഇരുന്നപ്പോ വിഷ്ണു ചിന്തിച്ചു, എന്തായാലും ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു നോക്കാം, ഇത്തവണ സത്യമോൾ ഫോൺ എടുത്താലോ, ഈശ്വര സത്യ തന്നെ കോൾ എടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണു വീണ്ടും ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു. ഈ സമയത്ത് ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ഉടനെ തന്നെ ശാലിനി വന്ന് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ആരാ വിളിക്കുന്നത് എന്ന് ചോദിച്ച് ശാലിനി സംസാരിച്ചതും വിഷ്ണു കോൾ എടുത്തിട്ട് ഒന്നും മിണ്ടാനാകാതെ വല്ലാത്ത ടെൻഷനിലായി. അത് പിന്നെ എന്ന് പറയാനായി ഒരുങ്ങിയിട്ടും വിഷ്ണു കോള് കട്ട് ചെയ്തു. ശാലിനിക്ക് ആകെ ടെൻഷനായി. ഇതാരാ ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നോർത്ത് ശാലിനി വേഗം തന്റെ ഫോൺ എടുത്ത് അനുപല്ലവിയെ വിളിച്ചു. പിന്നീട് അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലേക്ക് വിളിച്ച് തന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സൈബർ സെല്ലിനെ വിളിച്ച് കാര്യങ്ങൾ ഇൻഫോം ചെയ്തു. ഉടനെ തന്നെ ആളെ കണ്ടെത്തണമെന്ന് ശാലിനി പറഞ്ഞു. ഈ സമയം വിഷ്ണു തീരുമാനിച്ചു, ഇനിയിപ്പോ വിളിക്കണ്ട, നാളെ സ്കൂളിലേക്ക് തന്നെ നേരിട്ട് ചെല്ലാം, അതാണ് നല്ലത് എന്ന് ആലോചിച്ച് വിഷ്ണു കോള് കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ ശാലിനി ഉമ്മറത്തിരുന്ന് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുറ്റത്തേക്ക് പോലീസ് ജീപ്പ് വന്നെത്തി. അതിനു മുൻപായി അനുപല്ലവി കാറിൽ വന്നിറങ്ങുന്നു. അനുപല്ലവി വേഗം ശാലിനിയുടെ അരികിലേക്ക് ഓടിയെത്തി. മേഡം ഒരു പ്രശ്നമുണ്ട്, ഇന്നലെ ഇങ്ങോട്ട് കോള് വന്നിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ വന്നിരുന്നു, 2-3 തവണ വൈകിട്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ സൈബർ സെല്ലിലെ ഓഫീസേഴ്സ് ശാലിനിയുടെ അരികിലേക്ക് എത്തി. മേഡം ഒരു പ്രശ്നമുണ്ട്, എന്റെ കയ്യിൽ എത്തിയപ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയി. അപ്പോഴേക്കും പെട്ടെന്ന് ആ സൈബർ സെല്ലിലെ SI അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മേഡം ഇന്നലെ വിളിച്ച് ശല്യപ്പെടുത്തിയ ആളെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട് മേഡം. അത് കേട്ടതും ശാലിനി ചോദിച്ചു, ആണോ, ആളെവിടെ, എനിക്കൊന്ന് കാണണല്ലോ, എത്ര തവണയാ വിളിച്ചത്? അപ്പോഴേക്കും അനുപല്ലവി പറഞ്ഞു, മേഡം ഞാൻ ചെന്ന് ആളെ കണ്ടെത്തിയപ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം എന്റെ കൈവിട്ട് പോയിരുന്നു മേഡം, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ശാലിനി ആകെ ടെൻഷനിലേ, ആരാണെന്ന് നോക്കട്ടെ, അല്ല അനുവിന്റെ ഈ സംസാരം കേൾക്കുമ്പോ അനുവിന് വളരെ വേണ്ടപ്പെട്ട ആരാണെന്നാണല്ലോ തോന്നുന്നത്. അപ്പോഴേക്കും സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു, മേഡം ആള് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് മേഡത്തിന്റെ മകളുമായി സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാനോ മറ്റോ ആണ് ആളുടെ നീക്കമെന്നായിരുന്നു എനിക്ക് തോന്നുന്നത്. എത്ര ചോദിച്ചിട്ടും അവൻ പറയുന്നില്ല. ആദ്യം അവനെ പിടികൂടി ഞങ്ങൾ അവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ അവനല്ല വിളിച്ചതെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പിന്നെ തെളിവുകൾ കാണിച്ചപ്പോഴാണ് അവൻ സമ്മതിച്ചത് എന്ന് അയാൾ അറിയിച്ചു. ഉടനെ തന്നെ ശാലിനി സംശയത്തോടെ നോക്കി, അത് ശരി, ആരാ ആള്, ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഞാനൊന്ന് കാണട്ടെ, ഇത്രയൊക്കെ പരിപാടി കാഴ്ചവെച്ച ആളാരാണെന്ന് എനിക്കൊന്ന് അറിയണല്ലോ എന്ന് ശാലിനി പറഞ്ഞു. അപ്പോഴേക്കും കോൺസ്റ്റബിളിനോട് ആളെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് SI അറിയിച്ചു. ശാലിനി വേഗം വാതിക്കലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ കാറിൽ നിന്നിറങ്ങാൻ ജീപ്പിൽ നിന്നിറങ്ങാൻ ആള് മടി കാണിച്ചു. ഈ സമയത്ത് അനുപല്ലവി പറഞ്ഞു, മേഡം ഞാൻ കാര്യം അറിഞ്ഞ് അവിടെ ചെന്നപ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു, അതുകൊണ്ടാ മേഡം സോറി എന്നൊക്കെ പറഞ്ഞപ്പോ അനുവിനോട് ചോദിച്ചു, അനുവിന്റെ ഈ ടെൻഷൻ കണ്ടിട്ട് അനുവിന് വളരെ വേണ്ടപ്പെട്ട ആരാണെന്ന് തോന്നുന്നല്ലോ. അപ്പോഴേക്കും അനു പറഞ്ഞു, അയ്യോ അതല്ല മേഡം എന്ന് പറഞ്ഞത് പെട്ടെന്ന് ജീപ്പിൽ നിന്ന് ആളിറങ്ങാൻ മടി കാണിക്കുന്നത് കണ്ട് ഇങ്ങോട്ട് ഇറങ്ങടാ എന്ന് പറഞ്ഞ്
വിഷ്ണുവിനെ അവർ വേഗം പുറത്തേക്കിറക്കി. വിഷ്ണു അപ്പോഴേക്കും ആ ടവല് വെച്ച് മുഖം മൂടി വെച്ചിരിക്കുന്നത് ശാലിനി ശ്രദ്ധിച്ചു. ടവല് കൊണ്ട് മുഖം മറച്ചു പിടിച്ചിരിക്കുന്നത് കണ്ടതോടെ ശാലിനിക്ക് ആളെ മനസ്സിലായി. അപ്പോഴേക്കും ഉടനെ അവിടെ നിന്ന് പോലീസുകാർ പറഞ്ഞു, എടാ നിന്റെ ടവലങ്ങ് മാറ്റിക്കടാ, ഇവിടെ മീഡിയാസ് ഒന്നും ഇല്ല, കളക്ടർ മേഡത്തെ കാണാൻ വന്നതാ, മേഡം കാണട്ടെ നിന്റെ മുഖം ഒന്ന് മാറ്റാ ടവല് എന്ന് പറഞ്ഞതും വിഷ്ണു ആ ടവല് വെച്ച് അങ്ങനെ നിന്നു. ശാലിനിക്ക് അപ്പോഴേക്കും കാര്യം മനസ്സിലായതുകൊണ്ട് അനുപല്ലവിയെ ശാലിനി നോക്കി. അതിനുശേഷം ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങി വിഷ്ണുവിന്റെ മുന്നിലേക്ക് ചെന്നു. ഉടനെ വിഷ്ണു ആ ടവല് മാറ്റാൻ മടി കാണിക്കുന്നത് കൊണ്ട് അടുത്ത് നിന്ന കോൺസ്റ്റബിള് വിഷ്ണുവിന്റെ കയ്യിലിരുന്ന ആ ടവൽ പിടിച്ചു വാങ്ങി. അപ്പോഴേക്കും വിഷ്ണു ആ കൈ എങ്ങനെ വെച്ച് മുഖം മറച്ചു പിടിച്ചുകൊണ്ടിരുന്നു. ഉടനെ തന്നെ അടുത്ത് നിന്ന കോൺസ്റ്റബിൾ പറഞ്ഞു, നിന്റെ കൈ അങ്ങ് മാറ്റാ. വിഷ്ണു പതിയെ ഒരു ചമ്മലോടെ ആ കൈ അങ്ങ് മാറ്റി. ശാലിനി തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വിഷ്ണു അല്പം മുഖത്ത് വലിയ ചമ്മലൊന്നും വരുത്താതെ വലിയ ഗൗരവത്തിൽ തന്നെ നിൽക്കുമ്പോൾ അനുപല്ലവി പറഞ്ഞു, മേഡം ഞാൻ ആളെ കണ്ടപ്പോഴേക്കും എന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു, അതെ ഇവൻ മേഡത്തിന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാനോ മറ്റോ എന്തോ പരിപാടിയായിരുന്നോ, മേഡം പെർമിഷൻ തന്നാ മതി, ഇവനെ കൊണ്ട് ഇവന്റെ പദ്ധതി എന്താണെന്ന് ഞങ്ങൾ പറയിച്ചോളാം, ഇവന്റെ കൂടെ കൂട്ടുപ്രതികൾ വേറെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം, അതാരൊക്കെയാണെന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്നും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം മേഡം എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, സാരമില്ല, അല്ല ഇന്നലെ എന്തിനാ ഫോൺ ചെയ്തത്, ആ സമയത്ത് എന്റെ മോളുടെ ഫോണിലേക്ക് എന്തിനാ വിളിച്ചത് എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിച്ചു. വിഷ്ണു ഒന്നും അറിയാത്തപ്പോ ശാലിനി നോക്കുമ്പോ ശാലിനി ചോദിച്ചു, പറയണം എന്തിനാ എന്റെ കുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ചത്. വിഷ്ണു ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് ഉടനെ എസ് ഐ പറഞ്ഞു, മേഡം ഇവനോട് എത്ര ചോദിച്ചിട്ടും ഇവനൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല, ഇവനെ കൊണ്ട് കാര്യങ്ങൾ സത്യങ്ങൾ ഞങ്ങൾ പറയിപ്പിക്കാം, മേഡം ഒരു വാക്ക് തന്നാ മതി, ഞങ്ങള് അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. ഉടനെ ശാലിനിയും എസ് ഐയോട് പറഞ്ഞു, സാരമില്ല, തൽക്കാലം ഞാനേ ഈ കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തോളാം, തൽക്കാലം നിങ്ങൾ ഞാൻ കൈകാര്യം നോക്കിക്കോളാം, കേസിന്റെ കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞോളാം, തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ എന്ന് ശാലിനി പോലീസുകാരോട് പറഞ്ഞു. ശരി മേഡം എന്ന് പറഞ്ഞ് അവർ ജീപ്പിൽ കയറി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ അനുപല്ലവി ഉടനെ ശാലിനി നോക്കിയിട്ട് പറഞ്ഞു, മേഡം എന്നാ ഞാനും പോയിക്കോട്ടെ എന്ന് ചോദിച്ചതും ശരി അനു എന്ന് ശാലിനി സമ്മതിച്ചു. അപ്പോഴേക്കും അനുപല്ലവിയും വേഗം കാറിൽ കയറി അവിടുന്ന് പുറപ്പെട്ടു. ഉടനെ വിഷ്ണു ശാലിനിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ശാലിനി ചോദിച്ചു, എന്താ വിഷ്ണു ഏട്ടാ, എന്താ ഇതുപോലെയൊക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ കാണിച്ചു കൂട്ടുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം എനിക്ക് തരാത്തത് കൊണ്ട് താൻ എനിക്ക് ഞാൻ ചോദിക്കുന്നതിന്റെ ഉത്തരം തരുന്നില്ലല്ലോ, അതുകൊണ്ട് അതിന്റെ ഉത്തരം കണ്ടെത്താനുള്ള ഓരോ വഴികളാണ് ഞാൻ ശ്രമിക്കുന്നത്, അതില് ഒരു വഴിയാണ് ഇപ്പൊ കണ്ടതും, അത് പൊളിഞ്ഞുപോയി, ഇതുപോലെ പല വഴികളും ഞാൻ ശ്രമിക്കും. വിഷ്ണു ശാലിനി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി തന്റെ ചോദ്യങ്ങൾക്ക് ശാലിനി മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വിഷ്ണു ചോദിച്ചതും എന്തായാലും അതിനുള്ള ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തിയിരിക്കും എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങി. ഉടനെ ശാലിനി പറഞ്ഞു, അതെ ഒന്ന് നിന്നേ, അകത്ത് കയറിയിരിക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയും സത്യയൊക്കെ വിളിക്കാം എന്ന് പറഞ്ഞപ്പോ ശാലിനിയോട് വിഷ്ണു പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും വേണ്ട, എന്താ അത്രയും പേരെ ആക്കുന്നത്, ഒരു മൈക്ക് വെച്ച് തരാം, ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു. അതെ പോലീസുകാർ എന്നെ വിളിച്ചോണ്ട് വന്നപ്പോ എനിക്കറിയായിരുന്നോ ഇങ്ങോട്ട് മുന്നിലേക്കാ കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നതെന്ന്. അതെ തൽക്കാലം ഒരു ചമ്മൽ ഉണ്ടായി എന്നത് ശരി തന്നെയാണ്, പക്ഷേ എന്ന് വെച്ചേ തമാശയൊക്കെ തമാശ, എല്ലാ കാര്യവും തമാശയായിരിക്കില്ല, അതുകൊണ്ട് തമാശ വേറെ കാര്യം വേറെ. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതിനുള്ള ഉത്തരം തീർച്ചയായിട്ടും ഞാൻ കണ്ടെത്തിയിരിക്കും, അതോർത്തോ, എങ്ങനെയും ഞാൻ അതിന്റെ ഉത്തരം നേടുക തന്നെ ചെയ്യും എന്ന് ശാലിനി വിഷ്ണു ശാലിനിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിഷ്ണു ഇറങ്ങുന്നു. അങ്ങനെ വിഷ്ണു നടന്നു നീങ്ങുന്നത് ശാലിനി ആ ഗേറ്റിന് മുന്നിൽ വന്ന് ആകെ വിഷമത്തോടെ നോക്കി നിന്നു. അതിനുശേഷം കാണുന്നത് ജഗദീപ് തന്റെ സുഹൃത്ത് ജഗദീപിന്റെ വൈഫ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ സന്തോഷത്തിന് ആഘോഷിക്കാനെന്ന് പറഞ്ഞ് ജഗദീപിനോടൊപ്പം പഠിച്ച ആ സുഹൃത്ത് ഒരു കുപ്പി മദ്യം ജഗദീപിനെ സമ്മാനിച്ചു. അതിനെക്കുറിച്ച് ജഗദീപ് സ്വയം തന്നെ തന്നോട് പറയുകയാണ്, സാധാരണ ഭാര്യമാർ പുറത്തിറങ്ങുന്നതിനല്ല ആഘോഷിക്കാനായ മദ്യക്കുപ്പി വാങ്ങിച്ചു തരേണ്ടത്, മറിച്ച് അവര് ജയിലിലേക്ക് പോകുമ്പോഴാണല്ലോ നമുക്ക് ആഘോഷം ഉണ്ടാവുന്നത്, അപ്പോഴല്ലേ ഇതൊക്കെ വാങ്ങിച്ചു തരേണ്ടത്. എന്തായാലും അതാ കിഴങ്ങിന് തോന്നിയില്ല, സാരമില്ല, എന്തായാലും സമ്മാനം തന്നതല്ലേ, അതങ്ങ് വെറുതെ കളയണ്ടല്ലോ, അതങ്ങ് കഴിക്കാം എന്ന് പറഞ്ഞ് ഗ്ലാസ്സിലേക്ക് അത് പകർത്തി. എന്നിട്ട് പറഞ്ഞു, അതെ എത്രയാ വേണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ, അളവ് കൂടിപ്പോയെന്ന് പിന്നീട് പറയരുതേ എന്ന് പറഞ്ഞ് ഗ്ലാസ് എടുത്ത് അവിടേക്ക് വെച്ച്, എന്നാലേ നമുക്ക് മാംഗോ ജ്യൂസ് കൂട്ടി അടിക്കാം, ഇതങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാംഗോ ജ്യൂസ് അതിനകത്തോട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് കൈകൊണ്ടൊന്ന് ഇളക്കി, അപ്പോൾ ചിയേഴ്സ് എന്ന് പറഞ്ഞ് ഗ്ലാസ് എടുത്ത് പൊക്കി പിടിച്ചിട്ട്
തന്നെ ഇരുന്ന് അത് കുടിക്കുന്നു. അല്ലെങ്കിലും എനിക്കൊരു കമ്പനിക്ക് ആളില്ലെങ്കിലേ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുടിക്കുന്നത് എന്നൊക്കെ സ്വയം തന്നോട് പറഞ്ഞുകൊണ്ട് ജഗദീപ് വീണ്ടും എടുത്ത് കഴിക്കാൻ തുടങ്ങി. അതെ, വേഗം കഴിച്ചു തീർക്കണം, ഇല്ലെങ്കിലേ എൻ്റെ ഭാര്യ എന്ന് പറയുന്നതുകൊണ്ടല്ലോ ആ സുസ്മിത അവളിങ്ങോട്ട് വരും. ജയിലിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ചപ്പാത്തിയും ചിക്കനും ഒക്കെ അടിച്ചിട്ടേ കൈക്കൊക്കെ ഈ വണ്ണമാണ്. അത് വെച്ചൊരെണ്ണം കിട്ടിയാലുണ്ടല്ലോ പിന്നെ നാട്ടുകാർ കാണൂലേ. അതുകൊണ്ട് തൽക്കാലം വേഗം കഴിച്ചു തീർക്കാം എന്നൊക്കെ പറഞ്ഞ് ടച്ചിങ്സും ഒക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ജഗദീപ് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു ഓട്ടോ വന്നത്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടി വേഗം വാതിക്കലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. അത് ശബ്ദം കേട്ടതും ജഗദീപ് ആകെ ടെൻഷനിലായി. ദൈവമേ, കാലമാടത്തി ഇത്ര വേഗം എത്തിയോ ഈശ്വര, ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിക്കും എന്നെല്ലാം ആലോചിച്ച് അതെല്ലാം പൊക്കിയെടുത്തോണ്ട് വേഗം അകത്തെ ആ ഡൈനിങ് അകത്തേക്ക് കൊണ്ടുപോന്നു. എന്നിട്ട് വീണ്ടും വാതിലിലെ ആ ടേബിളൊക്കെ വളരെ ക്ലീൻ ചെയ്തു. എന്നിട്ട് കിച്ചണിലെ ടേബിളിലേക്ക് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് വീണ്ടും കോളിംഗ് ബെല്ല് ശബ്ദം കേട്ടപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, ദാ വരുന്നു, ഇങ്ങനെ കിടന്ന് തൊണ്ട തുറക്കാതെ എന്ന് പറഞ്ഞ് ജഗദീപ് വേഗം എല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടെ എങ്ങും ഒരു പ്രശ്നമില്ലാത്ത പോലെ ആളാകെ ഡീസന്റ് ആയതുപോലെ വേഗം ചെയറൊക്കെ റെഡിയാക്കിയിട്ട് വളരെ മിടുക്കനായി ഒരു പ്രശ്നമില്ലാത്ത പോലെ ചെന്ന് വാതിൽ തുറന്നു. അപ്പോഴേക്കും മുന്നിലേക്ക് എത്തിയത് നിർമ്മല എന്ന ദിവ്യയുടെ അനുജത്തി. മുന്നിലേക്ക് എത്തിയ ആ പെൺകുട്ടിയെ കണ്ട് ജഗദീപ് ചോദിച്ചു, ആരാ, എന്നാ മനസ്സിലായില്ല എന്ന് പറഞ്ഞതും, സുസ്മിത മേഡം ഇല്ലേ, മേഡത്തെ കാണാനാണ് ഞാൻ വന്നത്, ഞാൻ എന്ന ഹോസ്പിറ്റലിലെ നേഴ്സാണ് എന്ന് പറഞ്ഞു. അത് കേട്ടതും അയ്യോ, മേഡം ഇവിടെ ഇല്ലല്ലോ, പുറത്തു പോയി. മേഡം എപ്പോ എത്തുമെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അത്യാവശ്യമായിട്ട് മേഡത്തെ കാണണമായിരുന്നു. മേഡത്തെ ഒന്ന് വിളിക്കുവോ, അല്ലെങ്കിൽ ആ നമ്പർ ഇങ്ങ് തരുമോ, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ജഗദീപിനാകെ ടെൻഷനായി. നമ്പർ കൊടുത്തു കഴിഞ്ഞാലേ ഇനി വല്ല വള്ളി കേസുമാണെങ്കിൽ അതിന്റെ തല്ല് ഞാൻ ഇനി വാങ്ങിച്ചു കെട്ടേണ്ടി വരും. അപ്പൊ എന്തായാലും ഞാൻ തന്നെ വിളിക്കുന്നതാണ് നല്ലത്. ചെല്ലക്കിളിയെ കണ്ടിട്ടാണെങ്കിൽ വെറുതെ അങ്ങ് വിടാനും തോന്നുന്നില്ല. എന്തായാലും ശരി, ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ജഗതി വേഗം അകത്തേക്ക് വന്ന് തന്റെ ഫോൺ എടുത്ത് സുസ്മിതയെ വിളിക്കുന്നു. സുസ്മിത കോളറ്റിന്റെ ചെയ്തും ജഗതി ചോദിച്ചു, സുസു നീ ഇപ്പൊ എവിടെയാ, നീ കാര്യം പറയടാ എന്ന് സുസ്മിത ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, അല്ല നീ ഇപ്പൊ ഇങ്ങോട്ട് വരുവോ ഇല്ലയോ, അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. നീ കാര്യം പറഞ്ഞ ജഗദീപേ, എന്താ എന്ന് ചോദിച്ചപ്പം, എന്താ നിന്റെ വല്ല കോഴിത്തരം കാണിക്കാനാണോ എന്ന് ചോദിച്ചപ്പം, ഹേയ് നിനക്ക് അറിഞ്ഞൂടെ ഞാനിപ്പോ ആളാകെ ഡീസന്റ് ആയെന്ന്. അതേ, അതല്ല, നിന്നെ കാണാനായിട്ട് ഒരു നേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്, NM ഹോസ്പിറ്റലിലെ നേഴ്സ് എന്ന് പറഞ്ഞു. NM ഹോസ്പിറ്റലിലെ നേഴ്സോ? എന്താ പേര് പറഞ്ഞേ? പേരൊന്നും പറഞ്ഞില്ല. നിന്നെ കാണണം, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. പിന്നെ രഹസ്യ എന്ന് ശബ്ദം താഴ്ത്തി പതുക്കെ ജഗദീപ് പറഞ്ഞു. അതുകൊണ്ട് നീ എപ്പോ വരുമെന്ന് ചോദിച്ചു എന്ന് സുസ്മിതയോട് ജഗദീപ് പറഞ്ഞു. അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു, എന്നാ ഞാൻ ദാ ഇപ്പൊ തന്നെ എത്തും, ആളെ അകത്തേക്ക് വിളിച്ചിരുന്നത്. അപ്പോ ആളെ അകത്തിരുത്തണോ പുറത്തിരുത്തണോ, പുറത്ത് കയറ്റണോ അകത്തിരുത്തണോ എന്ന് ജഗദീപ് ചോദിച്ചപ്പോ സുസ്മിത ചോദിച്ചു, നീ എന്താ പറഞ്ഞത്? അല്ല, അകത്തിരുത്തണോ പുറത്ത് നിർത്തണോ എന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞത്. അതെ, നീ അകത്ത് കയറ്റി ഇരുത്ത്, അപ്പോ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക, ജ്യൂസോ മറ്റോ കൊടുക്ക എന്ന് പറഞ്ഞു. ജ്യൂസ് ഇല്ലല്ലോ, മാംഗോ ജ്യൂസ് ഒക്കെ തീർന്നു പോയല്ലോ. അല്ല, ഞാൻ ഇനിയിപ്പം സോഡയുണ്ട്, സോഡ മാത്രം കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചപ്പോ സുസ്മിത പറഞ്ഞു, അതിൽ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുക്കടാ, ഞാൻ ദാ ഇപ്പൊ തന്നെ അങ്ങ് എത്തും എന്ന് സുസ്മിത പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് സുസ്മിതയെ അന്വേഷിച്ചെത്തിയ നിർമ്മലയോട് പറഞ്ഞു, അതെ മേഡം ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്, ഇപ്പൊ തന്നെ ഇങ്ങെത്തും, അകത്തേക്ക് കയറുക, അവിടെ നിൽക്കണം, എങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് തലവൽക്കി പതുക്കെ അകത്തേക്ക് വന്നതും ജഗദീപ് പറഞ്ഞു, അവിടെ നിൽക്കണ്ടെന്നേ, ഇങ്ങോ അകത്തേക്ക് കയറുക, ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അകത്തെ സെറ്റി കാണിച്ചു കൊടുത്തു. അവിടെ ഇരിക്കാൻ മടിച്ച് അങ്ങനെ നിൽക്കുമ്പോ, അല്ല സാറാരാ എന്ന് ചോദിച്ചപ്പോ, ഞാൻ ഹസ്ബൻഡായിട്ട് വരും, അതാ ഇവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞ് അകത്തെ ചെയറിലേക്ക് ഇരുത്തി. അപ്പോഴേക്കും നിർമ്മല മടി കാണിക്കുന്നത് കണ്ട് ജഗദീപ് പറഞ്ഞു, ഇവിടെ ഇരുന്നോളന്നേ, പ്രശ്നമൊന്നും വിചാരിക്കണ്ട, ഞാനേ സുസ്മിതയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് സുസുവായിട്ടും ഞാനുമായിട്ടും അത്ര നല്ല ഫ്രണ്ട്ഷിപ്പും സ്നേഹബന്ധവും ഉണ്ട്. അതുകൊണ്ട് എന്നെ പോലൊരു മാന്യന്റെ അടുത്ത് ഇരിക്കാൻ മടി കാട്ടണ്ട, ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിർമ്മല കുഴപ്പമില്ല എന്നൊരു ചിന്തയിൽ അവിടെ ഇരിക്കുമ്പോഴേക്കും ജ്യോതി പറഞ്ഞു, അതെ എന്ത് കാര്യം പറയാനാ എന്ന് ചോദിച്ചപ്പോഴേക്കും, എന്താണേലും സുസ്മിതയ്ക്ക് എനിക്കിവിടെ യാതൊരു രഹസ്യവും ഇല്ല, അതുകൊണ്ട് എന്താണേലും പറഞ്ഞു, ഞങ്ങള് ഒരു മനസ്സും 4 കാലുവാ, എന്താ കാര്യം, എന്ത് രഹസ്യ എന്ന് ജഗദീപ് വേഗം അരികിലേക്ക് വന്ന് നിർമ്മലയോട് ചോദിച്ചു. അപ്പോഴേക്കും നിർമ്മല പറഞ്ഞു, അത് ഞങ്ങള് സ്ത്രീകൾ സംസാരിക്കേണ്ട കാര്യ, സ്ത്രീകളുടെ പ്രശ്നമാ എന്ന് പറഞ്ഞതും ഉടനെ ജഗദീപ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ശരി, മേഡം വരുമ്പോൾ സംസാരിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞ് ജഗദീപ് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ജഗദീപ് നിർമ്മലയോട് പറഞ്ഞു, അല്ല ഇനി കുടിക്കാനേ ചായ കാപ്പിയൊന്നും
ചോദിക്കരുത്, ഞാൻ ജ്യൂസ് കൊണ്ടുവരും എന്ന് പറഞ്ഞു. അത് കേട്ടതും നിർമ്മല പറഞ്ഞു, അതൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഞാൻ ഇപ്പൊ ജ്യൂസ് എടുക്കും എന്ന് പറഞ്ഞ് ജഗദീപ് അകത്തേക്ക് പോയി. ഈ സമയത്ത് നിർമ്മല ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ജഗദീപ് ആലോചിച്ചു, എന്തോ വലിയ വള്ളിക്കേസുമായിട്ട് അവള് വന്നിരിക്കുന്നത്. എന്തോ രഹസ്യം അവക്ക് സുസ്മിതയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് പൈസ പിടുങ്ങാനുള്ള വരവാ, എന്തോ തട്ടിപ്പാ. എന്തായാലും ആ രഹസ്യം അവളുടെ നാവിൽ നിന്ന് പുറത്തു വരത്തില്ല. ഇന്ന് സുസ്മിത ഇപ്പൊ ഓടിപ്പിടിച്ചിങ്ങ് വരും അവളുടെ നാവിലെ ആ രഹസ്യം അറിയാനായിട്ട്. അതെന്തായാലും സുസ്മിതയോട് ഇവള് പറയാനും പാടില്ല. അതിനെന്തോ ഒരു വഴി. ഓ, അത്യാവശ്യ സമയത്ത് ഒരു ബുദ്ധിയും തലയിൽ ഉദിക്കുന്നില്ലല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എങ്ങനെയാ അവളുടെ നാവിൽ നിന്ന് ആ രഹസ്യം സുസ്മിത അറിയാതിരിക്കാനായി നോക്കേണ്ടത്? വെറുതെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് ബുദ്ധിയൊന്നും വർക്കാവുന്നുമില്ലല്ലോ ഈശ്വര, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ജഗദീപ് ടെൻഷൻ അടിച്ച് നിന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്ന തന്റെ കൂട്ടുകാരൻ സമ്മാനിച്ച ആ പുതിയ കുപ്പി കണ്ടത്. ഓ, അത് ശരി, അപ്പൊ ഇത് തന്നെ വഴി. ആ മാങ്കോ ജ്യൂസിനകത്ത് ചേർത്ത് കൊടുക്കുമ്പോ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുമ്പോ അറിയത്തുമില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എരിച്ചിലും പുകച്ചിലും ഒന്നും തോന്നില്ല. അപ്പൊ അത് തന്നെയാ നല്ലത്. ഈ ജ്യൂസിനകത്തോട്ടാക്കാം, അതാ വേണ്ടത് എന്ന് വിചാരിച്ച് ഗ്ലാസ് എടുത്ത് നോക്കി. ഈ ഗ്ലാസ് അല്ലാതെ വേറെ നല്ല ഗ്ലാസ് ഒന്നും ഇല്ല ഇവിടെ എന്ന് ആലോചിച്ചു അപ്പുറത്തെ ടേബിളിലിരിക്കുന്ന ആ നല്ല ഗ്ലാസ് കണ്ടു. ഉടനെ അതിലേക്ക് ആദ്യം താൻ കുടിച്ചുകൊണ്ടിരുന്ന ആ ലിക്കർ ഒഴിച്ചു. അതിനുശേഷം അതിനകത്തേക്ക് മാംഗോ ജ്യൂസ് മിക്സ് ചെയ്തു. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി. ആഹാ, കൊള്ളാം, നന്നായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് നക്കി നോക്കി. കൊള്ളാം കൊള്ളാം. എന്നിട്ട് അതൊരു ഗ്ലാസ് എടുത്തോണ്ട് പോയാലോ? പാടില്ല, ഈ ഒറ്റ ഗ്ലാസ് കൊണ്ട് തീരില്ല, ഒരു ഗ്ലാസ് കൂടി എടുക്കാം എന്ന് അടുത്ത ഗ്ലാസ് കൂടി എടുത്തിട്ട് അതിലേക്കും ഇത് അതേ രീതിയിൽ തന്നെ ലിക്കർ ഒഴിച്ച് രണ്ടും മിക്സ് ചെയ്തു. എന്നിട്ട് പതുക്കെ രണ്ട് കൈയിലും ഓരോ ഗ്ലാസ്സായി പോകാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പാടില്ല എന്ന് വിചാരിച്ച് ഒരു ട്രേയിലേക്ക് അതെടുത്ത് വെച്ചു. എന്നിട്ട് ആ ട്രേയില് രണ്ട് ഗ്ലാസ് ജ്യൂസും എടുത്തുകൊണ്ട് നേരെ നിർമ്മലയുടെ അരികിലേക്ക് വന്നു. ഇത് മാംഗോ ജ്യൂസ്, സുസ്മിത മേഡത്തിന്റെ ഒരു കൂട്ടുകാരന്റെ മാവിൻ തോപ്പിൽ നിന്നുണ്ടായ മാമ്പഴം കൊണ്ട് ഉണ്ടാക്കിയ വാറ്റിയെടുത്ത സ്പെഷ്യൽ ജ്യൂസാണിത്. ഇത് കുടിച്ചോ, ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഈ സ്പെഷ്യൽ ജ്യൂസ് കൊടുക്കാറുണ്ട്. മേഡത്തിന് നിർബന്ധം ഇത്, കുടിച്ചോ കുടിച്ചോ എന്ന് പറഞ്ഞ് ജഗദീപ് അത് കുടിക്കാനായി നിർമ്മലയെ നിർബന്ധിച്ചു. നിർമ്മല പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട സാർ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. മേഡത്തിന് വലിയ ആഗ്രഹമാ ഇതെല്ലാരും കുടിക്കണം എന്നുള്ളത്, വേണ്ടെന്ന് പറഞ്ഞാൽ മേഡത്തിന് അത് ദേഷ്യമാവും എന്ന് പറഞ്ഞു. അവസാനം നിർമ്മല അത് വാങ്ങിച്ച് കുടിക്കാൻ തയ്യാറായി. അപ്പോഴേക്കും അതൊരു സിപ്പ് കുടിച്ചിട്ട് ജഗദീപിനോട് ചോദിച്ചു, അല്ല സാറ് മേഡത്തെ സുസ്മിത മേഡത്തെ മേഡം തന്നെയാണ് വിളിക്കുന്നത്? അത് കേട്ടതും ജഗദീപ് പറഞ്ഞു, ഞാനൊരു മേഡം ആയതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നേ എന്ന് പറഞ്ഞപ്പോ ജഗദീപ് അങ്ങനെ പറഞ്ഞത് കേട്ട് നിർമ്മല ഞെട്ടി. അല്ല, മേഡം ഒരു മേഡം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്. ഇനി അത് കുടിച്ചോളൂ, നിർത്തണ്ട എന്ന് പറഞ്ഞതും കുറച്ച് കുടിച്ചിട്ട് അത് ബാക്കി വെക്കാനായിട്ട് നിർമ്മല ഒരുങ്ങുമ്പോ അത് നിർത്തണ്ട, മൊത്തം കുടിച്ചോ, നല്ലതല്ലേ, മേഡത്തിന്റെ കൂട്ടുകാരന്റെ മാവിൻ തോപ്പിൽ നിന്ന് ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് കുടിച്ചോ കുടിച്ചോ, നല്ലതാ എന്ന് പറഞ്ഞു. അതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞതും അടുത്ത ഗ്ലാസ് എടുത്തിട്ട് അത് നിർമ്മലയ്ക്ക് നേരെ നീട്ടി. ഇതോടെ കുടിച്ചോ എന്ന് പറഞ്ഞതും അത് വേണ്ട സാർ, ഇത് മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, ഇവിടെ വരുന്നവരെ കൊണ്ട് ശരിക്കും ഇത് കുടിപ്പിക്കണം എന്നാണ് മേഡത്തിന്റെ നിർബന്ധം, അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഗ്ലാസ് കൂടി കുടിച്ചാലേ അതങ്ങ് റെഡിയാവൂ, അതുകൊണ്ട് കുടിക്കും മേഡം എന്ന് പറഞ്ഞ് ആ ജ്യൂസ് കൂടി നിർബന്ധപൂർവ്വം നിർമ്മലയെ ഏൽപ്പിക്കുകയാണ് ജഗദീപ്. അവസാനം തനിക്ക് വലിയൊരു പണി കിട്ടാൻ പോകുന്നറിയാതെ ജഗദീപ് തന്ന ആ ജ്യൂസ് വാങ്ങിച്ച് നിർമ്മല കുടിക്കാൻ തയ്യാറായി. അത് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആകെ സംശയത്തോടെ നിർമ്മല ജഗദീപിനെ നോക്കുന്നു. കുടിക്കടി, ഇത് രണ്ടുകൂടെ കുടിച്ചിട്ട് വേണം നീ ഇനി ആ രഹസ്യം ഒന്ന് പറയുന്നത് കാണാൻ എന്ന് ആലോചിച്ച് ജഗദീപ് അങ്ങനെ ഇരിക്കുമ്പോ ജഗദീപിന്റെ കളികളൊന്നും അറിയാതെ പാവം നിർമ്മല ആ ജ്യൂസ് കുടിക്കുന്നു.